ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ മഴയൊന്നുമില്ല, നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഉള്ളത്. അപ്പോൾ ഓണമൊക്കെ ആവാനായില്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദോശയൊന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള പൊടിയൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പുട്ടിൻ്റെ പൊടി എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് വാങ്ങിയ പൊടിയാണ്. അതപ്പോൾ ഓൾറെഡി വറുത്തതായിരിക്കും, എന്നാലും നമ്മളൊന്നും കൂടി വറുത്തിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കുഴക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണേ ഗോതമ്പ് പുട്ടിൻ്റെ പൊടി കുഴക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ കട്ടയായിപ്പോവും, പിന്നെ പുട്ട് ഭയങ്കര ഹാർഡുമായി പോവേ. അപ്പോൾ ഞാൻ എപ്പോഴും എന്ന് വെച്ചാൽ ഗോതമ്പ് പുട്ടിൻ്റെ പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങൽ വളരെ കുറവാണ്. പിന്നെ ഇപ്രാവശ്യം വേനൽക്കാലത്ത് എന്തോ ഉണ്ടാക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല വെയിൽ വേണം ഗോതമ്പ് പുട്ടിൻ്റെ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് എന്തോന്നറിയില്ല, ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഇല്ലെങ്കിൽ വാങ്ങലേ ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. പുട്ടുകുറ്റിയിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഏകദേശം ഒരു 5 സ്പൂൺ ഇട്ട് കൊടുത്താൽ ഒരു കഷ്ണം പുട്ടിൻ്റെ പൊടിയാവേ. അപ്പോൾ അങ്ങനെയാണ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം പുട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരേപോലെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻഡക്ഷനിൽ വെള്ളം വെച്ചിട്ടുണ്ട് പുട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. പുട്ടിന് കൂട്ടാൻ വേണ്ടി എന്നുള്ളത് മമ്പയരും മത്തനും കൂടി കറി വെച്ചതാണ്. അപ്പോൾ ഇന്നലെ വെച്ചതായിരുന്നു. പിന്നെ ഇതുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വേറെ ചെറുപയറോ കടലയോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് പഴം പൊരിച്ചതുകൊണ്ട്, അതെന്ന് വെച്ചാൽ മീനുവിന് സ്കൂളിൽ പോകുന്നതിന് മുന്നേ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നന്ദുവും കൂടിയാണ് കഴിക്കാൻ പോകുന്നത്. അമ്മക്ക് പിന്നെ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കറിയൊക്കെ വിളമ്പുന്നുണ്ട്. നന്ദുവിൻ്റെ കയ്യിൽ വിളമ്പിയിട്ടില്ല. ചിലപ്പോൾ നന്ദുവിന് മമ്പയറായതുകൊണ്ട് വേണ്ടി വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നന്ദു ഓമപ്പൊടിയും പഴവും കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നത് പുട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം. ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ ഇന്നലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ ഉണ്ടാക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കുറച്ച് ഫ്രിഡ്ജ് ക്ലീനിങ് അല്ലായിരുന്നു, അതുകൊണ്ട് ഇത് ഉണ്ടാക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞ പാടെ ഞാനിതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇപ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം എന്ന് വെച്ചാൽ കുറച്ച് സാദാ ജീരകവും കുറച്ച് പെരിഞ്ജീരകവും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതപ്പോൾ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഇവിടെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ലഞ്ചിന് കൊണ്ടുപോകാനായാലും കൂടുതലും മറ്റുള്ള ഉപ്പേരിനെക്കാട്ടിലും കൊണ്ടുപോകുന്നത് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പൊതുവേ ചോറ് കൊണ്ടുപോകാൻ അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഹാപ്പിയാണ് ചോറ് കൊണ്ടുപോകാൻ. അപ്പോൾ കുറച്ചൊന്ന് വേവിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ മുഴുവനും ഞാൻ തന്നെ തിന്നേണ്ടി വരും. കുറച്ച് എരിവ് അധികമായി കഴിഞ്ഞാൽ രണ്ടാളും കൂട്ടില്ല. പിന്നെ ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അങ്ങനെ എരിവൊന്നുമില്ല ഇതിന്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകിൻ്റെ അരഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല വേണം, കുറച്ചേ ഉള്ളൂ. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി റെഡിയാവേ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് സിമ്മിൽ, അപ്പോഴേക്കും ഉപ്പേരി റെഡിയാവേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കേക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ഇഞ്ചി തൈരും കൂടി ഉണ്ടാക്കണേ. അപ്പോൾ രാവിലെ പുട്ടിന് ചിരകിയ തേങ്ങ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് 2ആയി മുറിച്ചിട്ടതാണ് അതും. പിന്നെ കുറച്ച് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി മോര് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും കൂടി വേണേ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അരക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മോര് മോര് ആക്കിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു.
ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഉണക്കമുളകും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിന് കുറച്ച് എരിവ് ഉണ്ടായിരുന്നു, പച്ചമുളക് കുറച്ച് എരിവുള്ളതായിരുന്നു. അതുകൊണ്ട് കുറച്ച് എരിവ് ഉണ്ട് ഇഞ്ചി തൈരിന്. അതുകൊണ്ട് ഞാൻ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ വറുത്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഗ്യാസിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെ ക്ലീൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും കുക്കിംഗ് ചെയ്യുന്നത് ഇൻഡക്ഷനിലാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഗ്യാസിൽ ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റാത്ത പാത്രങ്ങൾ മാത്രമേ ഗ്യാസിൽ വെക്കാറുള്ളൂ. എന്നാലും നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുടച്ചു കൊടുത്താൽ കാണാനൊരു ഭംഗിയല്ലേ, അതുകൊണ്ടാണ് ഒന്ന് തുടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഗ്യാസ് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കിൽ പിന്നെ നമ്മളെ മീനുക്കുട്ടി എത്തിയിട്ടുണ്ട്. മീനുക്കുട്ടിക്ക് അപ്പോൾ ഭക്ഷണം കഴിക്കണം. മീനുക്കുട്ടിക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ ഊണ് കഴിക്കണേ. അപ്പോൾ ഇതാ അതിന് വേണ്ടി മുട്ട ഓംലെറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കലായിരുന്നു. മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ പിന്നെ ഉള്ളിയോ പച്ചമുളകോ ഒന്നും മീനുകുട്ടിക്ക് ചേർക്കലില്ല. അതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്താ പറയുക, പ്ലേറ്റിൻ്റെ സൈഡിൽ അതൊക്കെ ഇങ്ങനെ പെറുക്കി വെക്കുവേ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ചേർക്കലില്ല. വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കലേ. അപ്പോൾ ഇതാ മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീനുകുട്ടിക്ക് ചോറും എല്ലാം വിളമ്പിയതിന് ശേഷമാണ് മുട്ട ഓംലെറ്റും കൂടി വേണമെന്നുള്ളൊരു തോന്നൽ വന്നത്. അതുകൊണ്ട് പ്ലേറ്റിൽ ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ വേറൊരു പ്ലേറ്റിലേക്കും കൂടി ആക്കണ്ടല്ലോ എന്നാൽ. അപ്പോൾ നമുക്കിത് പ്ലേറ്റിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. മീനുകുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരിയും ചോറും എല്ലാം വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മീനുകുട്ടി കഴിക്കുന്നുണ്ട്. മീനുകുട്ടിക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും മുട്ട ഓംലെറ്റും എല്ലാം കണ്ടായിരുന്നു, തന്നെ ഭയങ്കര ഹാപ്പിയാണ് അയാൾ. പിന്നെ ഇതാ കുറച്ച് മമ്പയർ കറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ രാവിലെ കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കൂട്ടിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് മമ്പയർ കുറച്ച് കൂട്ടുന്നതാണ്. പിന്നെ ഇഞ്ചി തൈര് എന്ന് വെച്ചാൽ ഇഞ്ചി തൈരിൽ കുറച്ച് എരിവുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് മോരാണ് കൂട്ടുന്നത്. അപ്പോൾ ഇതാ ഞാൻ കഴിക്കുമ്പോൾ അമ്മ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ മീനുകുട്ടി കഴിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സൂപ്പർ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ മീനുകുട്ടി കഴിക്കുന്നവരെ ഞാനവിടെ ഇരുന്നു. പിന്നെ മീനുകുട്ടി കഴിച്ചതിന് ശേഷം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാനും നന്ദുവും കൂടി ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ടാറ്റാ, ബൈ.